അടുത്ത ലേഖനം മാർച്ച് 1958 ഓൺ ദ ആൽക്കഹോളിസം ഫ്രണ്ട്. ആൽക്കഹോളിസം ഫ്രണ്ട് മദ്യാസക്തിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതായത് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് മദ്യാസക്തിയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു. 1958 മാർച്ചിലാണ് ഈ ലേഖനം എഴുതിയത്. വി ആർ ടോൾഡ് ദെയർ ആർ 45 lakh alcoholics in America. 45 ലക്ഷം alcoholics in America. Up to now, AA has sobered up perhaps 250,000 of them. That's about 1 in 20 or 5% of the total. This is a brave beginning, full of significance and hope for those who still suffer. Yet these figures show that we may have made only a fair-sized dent on his vast world health problem. Millions are still sick and other millions soon will be. അപ്പോ അമേരിക്കയില് ഏകദേശം 45 ലക്ഷം മദ്യാസക്തർ ഉണ്ടെന്ന് നമ്മളോട് പറയുന്നു. ഇതുവരെ ആൽക്കഹോളിക്സ് അനോണിമസ് അഥവാ AA അവരിൽ ഏകദേശം 2,50,000 പേരെ മദ്യവിമുക്തരാക്കിയിട്ടുണ്ട്. അത് മൊത്തം സംഖ്യയുടെ ഏകദേശം 20% അതായത് 5% മാത്രമാണ്. ഇത് അതായത് മൊത്തം 45 ലക്ഷം പേരിൽ 2,50,000 പേരെയാണ് മദ്യവിമുക്തരാക്കിയിട്ടുള്ളത്. അതായത് 5% മാത്രമാണ്. ഇത് ധൈര്യത്തോടെ ആരംഭിച്ച ഒരു വലിയ തുടക്കമാണ്. ഇപ്പോഴും ദുരിതത്തിൽ കഴിയുന്നവർക്കും അർത്ഥവും പ്രതീക്ഷയും നൽകുന്നതുമാണ്. എന്നാൽ ഈ കണക്കുകൾ കാണിക്കുന്നത് ലോകത്തെ ബാധിക്കുന്ന ഈ വലിയ ആരോഗ്യ പ്രശ്നത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പോഴും വളരെ ചെറിയൊരു ഇടപെടൽ മാത്രമാണെന്നാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും രോഗബാധിതരാണ്. കൂടാതെ മറ്റൊരു ലക്ഷക്കണക്കിന് പേർ ഉടൻ തന്നെ അത്തരമൊരു രോഗത്തിലേക്ക് ഉടൻ തന്നെ വീഴാൻ സാധ്യതയുണ്ട്. These facts of alcoholism should give us good reason to think and to be humble. Surely we can be grateful for every agency or method that tries to solve the problem of alcoholism, whether for medicine, religion, education, or research. We can be open-minded toward all such efforts, and we can be sympathetic when all the ill-advised ones fail. We can remember that AA itself ran for years on trial and error. As individual IAs, we can and should work with those that promise success, even a little success. അപ്പോ മദ്യാസക്തിയെക്കുറിച്ചുള്ള ഈ വസ്തുതകൾ നമ്മെ ചിന്തിപ്പിക്കാൻ നല്ല കാരണമാവുകയും വിനയമുള്ളവരാകുവാൻ സഹായിക്കുകയും വേണം. വൈദ്യശാസ്ത്രം, മതം, വിദ്യാഭ്യാസം, ഗവേഷണം എന്നിവയിലൂടെ മദ്യപാന പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളോടും മാർഗങ്ങളോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അത്തരം എല്ലാ ശ്രമങ്ങളോടും നാം തുറന്ന മനസ്സോടെ സമീപിക്കണം. കൂടാതെ ചിലപ്പോൾ തെറ്റായ മാർഗങ്ങൾ പരാജയപ്പെടുമ്പോൾ അതിനോട് സഹാനുഭൂതി കാണിക്കണമെന്നും വേണം. AA തന്നെയും വർഷങ്ങളോളം പരീക്ഷണവും പിഴവും എന്ന രീതിയിലാണ് പ്രവർത്തിച്ചിട്ടതെന്ന് നമ്മൾ ഓർക്കണം. ട്രയൽ ആൻഡ് എറർ, പരീക്ഷണങ്ങൾ പരീക്ഷിച്ചു, ചില പിഴവുകൾ പറ്റി, അതിൽ നിന്ന് പാഠം പഠിച്ചു. അങ്ങനെയാണ് ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത്, പരീക്ഷണവും പിഴവും അതും എന്ന രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് നമ്മൾ ഓർക്കണം. വ്യക്തിഗത അംഗങ്ങളുമായി ചെറിയ വിജയമെങ്കിലും വാഗ്ദാനം ചെയ്യുന്ന എല്ലാ മാർഗങ്ങളോടും നമ്മൾ സഹകരിക്കണം. അഫിലിയേഷൻ അല്ല, കോപ്പറേഷൻ, സഹകരിക്കണം. Nor ought we allow our special convictions or prejudice to overcome our good sense and goodwill. For example, numbers of us think that alcoholism is mainly a spiritual problem. Therefore, we have little time for biochemists who would like us to believe that drunks drink mostly because they are bedwilled by bad metabolism. Likewise, we are apt to get red hot when psychiatrists wave aside all issues of right or wrong and insist that the real problem of the alcoholic always gathers around the neurotic compulsions which he innocently acquired as a child by reason of being maladjusted by erring parents, or when social workers say that the true causes of alcoholism are to be seen in faulty social conditions. We are apt to get restive and say, who cares a hang that the causes are anyway? AA can fix lungs without getting into all that. നമ്മുടെ പ്രത്യേക വിശ്വാസങ്ങളോ മുൻവിധികളോ നമ്മുടെ എല്ലാ ബുദ്ധിയെയും സൽഭാവനയെയും മറികടക്കാൻ നാം അനുവദിക്കരുത്.
ഉദാഹരണത്തിന് മദ്യാസക്തി പ്രധാനമായ ഒരു ആത്മീയ പ്രശ്നമാണെന്ന് നമ്മിൽ പലരും കരുതുന്നു. അതിനാൽ മദ്യപാനികൾ മോശമായ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളുടെ ബാധയാൽ കുടിക്കുന്നു എന്ന് നമ്മെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ബയോ കെമിസ്റ്റുകൾക്ക് നാം അധികം ശ്രദ്ധ നൽകാറില്ല. അതുപോലെ കാരണം നമ്മൾ അത് വിശ്വസിക്കുന്നത് ഇതൊരു ആത്മീയ പ്രശ്നമാണെന്ന് കരുതിക്കൊണ്ട് ഈ ബയോ കെമിസ്റ്റുകൾ പറയുന്ന ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളുടെ ബാധയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധ കൊടുക്കാറില്ല. അതുപോലെ മനോരോഗ വിദഗ്ധർ ശരിയും തെറ്റുമെന്ന എല്ലാ വിഷയങ്ങളും മാറ്റി നിർത്തി മദ്യാസക്തിയുടെ യഥാർത്ഥ പ്രശ്നം ബാല്യത്തിൽ തെറ്റായ മാതാപിതാക്കളുടെ കാരണത്താൽ അനുസരണക്കേടോടെ രൂപപ്പെട്ട ന്യൂറോട്ടിക് നിർബന്ധങ്ങളിലാണെന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും കോപം പോലും വരാറുണ്ട്. അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ മദ്യാസക്തിയുടെ യഥാർത്ഥ കാരണങ്ങൾ തെറ്റായ സാമൂഹിക സാഹചര്യങ്ങളിലാണെന്ന് പറയുമ്പോൾ നാം അസ്വസ്ഥരായി. കാരണം എന്താണെന്നൊന്നും ആർക്കും വേണ്ട. എക്ക് മദ്യപാനി കാരണം എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. എക്ക് മദ്യപാനികളെ ശരിയാക്കാൻ കഴിയും എന്ന് നമ്മൾ പറയാറുണ്ട്. ഹൂ കെയർസ് എ ഹാങ് ബട്ട് ദ കോസസ് ആർ എനിവേ. അതായത് എന്തൊക്കെ കാരണങ്ങളാണ് അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. എ ക്യാൻ ഫിക്സ് തിങ്സ് വിത്തൗട്ട് ഗെറ്റിംഗ് ഇൻ ടു ഓൾ ദാറ്റ്. ഇതൊന്നും കൂടാതെ തന്നെ എക്ക് മദ്യപാനികളെ ശരിയാക്കാൻ കഴിയുമെന്ന് നമ്മൾ പറയാറുണ്ട്. ഇൻ സിമിലർ ഫാഷൻ സം ഓഫ് us decry every attempt at therapy save our own. We point to certain clinics and communities that have accomplished it. We complain that huge sums are being wasted by state and private sources. We roundly thump every experimental drug that turns out badly. We belittle the attempts of the men and women of religion to deal with the strengths. We believe that sound alcohol education is a good thing, but we are also apt to think that AA indirectly is doing the most of it anyhow. ഇതുപോലെ തന്നെ നമ്മിൽ പല അംഗങ്ങൾ ഞങ്ങളുടെ സ്വന്തം രീതികൾ ഒഴികെ മറ്റെല്ലാ ചികിത്സാ ശ്രമങ്ങളെയും വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫലം കുറവായതായി തോന്നുന്ന ചില ക്ലിനിക്കുകളെയും കമ്മിറ്റികളെയും നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. സംസ്ഥാനവും സ്വകാര്യ സ്ഥാപനങ്ങളും വലിയ തുകകൾ പാഴാക്കുകയാണെന്ന് നാം പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പരാജയപ്പെട്ടതായി തോന്നുന്ന ചില എല്ലാ പരീക്ഷണ മരുന്നുകളെയും നാം ശക്തമായി വിമർശിക്കുന്നു. മദ്യപാനികളുമായി ഇടപെടാൻ മതസ്ഥാപനങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ നാം കുറച്ചിലായി കാണുന്നു. മദ്യവിദ്യാഭ്യാസം നല്ല കാര്യമാണ് എന്ന് നാം വിശ്വസിക്കുന്നു. പക്ഷെ അതിന്റെ വലിയൊരു ഭാഗം തന്നെയാണ് പരോക്ഷമായി ചെയ്യുന്നതെന്നാണ് നാം പലപ്പോഴും കരുതുന്നത്. Now this may seem to be a confession of the sins of AA, and in some part it is. It is also a confession that at one time or another I have myself held many of these often short-sighted reviews and prejudice. But I do make haste to add that what I have just said applies far more to AA's past than to the present. ഇത് എയുടെ ചില പാപങ്ങളെ കുറിച്ചുള്ള ഒരു സമ്മതം പോലെ തോന്നാമെങ്കിലും ഒരു പരിധി വരെ അതാണ് സത്യം. കൂടാതെ ഞാൻ തന്നെയും ഒരിക്കൽ ഇതുപോലെയുള്ള പലപ്പോഴും കുറവുള്ള ഒരു ദൂരദർശനമാണ്, മുൻവിധികളുമാണ് എന്റെ അഭിപ്രായങ്ങൾ പുലർത്തിയിരുന്നുവെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത് ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ് എയുടെ നിലവിലുള്ള അവസ്ഥയേക്കാൾ കൂടുതലായി അതിന്റെ പഴയ കാലഘട്ടത്തെയാണ് ബാധിക്കുന്നത് എന്നാണ്. But I do make haste to add that I just said applies far more to AA's past than to the present. ഇന്നത്തെ കാലത്തേക്ക് കൂടുതൽ പഴയ കാലത്താണ് ഈ മുൻവിധികളെല്ലാം കൂടുതൽ ബാധിച്ചിരുന്നത് എന്നാണ്. In today, the vast majority of us welcome any new light that can be thrown on the alcohol's mysterious and bubbling malady. We don't care too much whether new and valuable knowledge issues were from a test tube, a psychiatrist's couch, or from revealing social studies. We are glad of any kind of education that accurately informs the public and changes its age-old attitude towards the drink. More and more we regard all who labor in the total field of alcoholism as our companions on a march from darkness into light. We see that we can accomplish together that we could never accomplish in separation and in rivalry. ഇന്ന് മദ്യപാനിയുടെ രഹസ്യവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗത്തെക്കുറിച്ച് പുതിയ വെളിച്ചം നൽകാൻ കഴിയുന്ന ഏതൊരു പുതിയ അറിവിനെയും നമ്മിലെ ഏയക്കാരിൽ ഭൂരിഭാഗവും സ്വാഗതം ചെയ്യാറുണ്ട്.
മദ്യപാനി അല്ലെങ്കിൽ മദ്യത്തിന്റെ ഏത് രഹസ്യവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗത്തെക്കുറിച്ച് പുതിയ വെളിച്ചം നൽകാൻ കഴിയുന്ന ഏതൊരു പുതിയ അറിവിനെയും നമ്മൾ ഭൂരിഭാഗവും സ്വാഗതം ചെയ്യുന്നു. പുതിയതും വിലപ്പെട്ടതുമായ അറിവ് ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നോ ഒരു മനോരോഗ വിദഗ്ധന്റെ ചികിത്സാ സീറ്റിൽ നിന്നോ അല്ലെങ്കിൽ സാമൂഹിക പഠനങ്ങളിൽ നിന്നോ വന്നാലും അതിനെക്കുറിച്ച് നമുക്ക് അധികമായി വ്യത്യാസമില്ല. മദ്യപാനികളോടുള്ള പഴയകാല പൊതുജന സമീപനം കൃത്യമായി അറിയിക്കുകയും മാറ്റുകയും ചെയ്യുന്ന ഏതുതരം വിദ്യാഭ്യാസത്തെയും നാം സന്തോഷത്തോടെ ഇന്ന് സ്വീകരിക്കുന്നു. മദ്യാസക്തിയുടെ മുഴുവൻ മേഖലയിലും പ്രവർത്തിക്കുന്ന എല്ലാവരെയും നാം അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്രയിലെ സഹയാത്രികരായി കൂടുതൽ കൂടുതൽ കാണുന്നു. വേർതിരിച്ചും മത്സരത്തിലും നമുക്ക് ഒരിക്കലും സാധിക്കാത്ത കാര്യങ്ങൾ നാം ഒരുമിച്ച് ചേർന്ന് സാധ്യമാക്കാമെന്ന് നാം കാണുന്നു. Preoccupied with AI and its affairs, I must admit that I have given too little thought to the total alcohol problem, but I do have a glimpse of it, and the glimpse I would like to share with you. എയും അതിന്റെ കാര്യങ്ങളെയും കുറിച്ച് അതിയായ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ മൊത്തത്തിലുള്ള മദ്യപാന പ്രശ്നത്തെക്കുറിച്ച് ഞാൻ വളരെ കുറച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂവെന്ന് സമ്മതിക്കണം. എന്നാൽ അതിനെക്കുറിച്ച് എനിക്ക് ഒരു ചെറിയ ധാരണയുണ്ടെങ്കിലും ഉണ്ട്. ആ ധാരണ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Take those 450,000 drunks in America. What is their condition now? What is being done? And what might be done for them? What about the next generation at another 40 lakh who are still children and adolescents, accepting for what AI can do? Must they be victims too? അമേരിക്കയിലെ ആ 45 ലക്ഷം 10, 100, 1000, 10,000 ലക്ഷം 10 ലക്ഷം 45 ലക്ഷം മദ്യപാനികളെ പരിഗണിക്കുക. അപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? അവർക്കായി എന്താണ് ചെയ്യപ്പെടുന്നത്? അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്? ഇപ്പോഴും കുട്ടികളായും കൗമാരക്കാരായും ഉള്ള അടുത്ത തലമുറയെക്കുറിച്ച് മറ്റൊരു 40 ലക്ഷം കൂടി. എന്താണ് ഈ അവസ്ഥ? എക്ക് ചെയ്യാൻ കഴിയുന്നത് ഒഴിച്ചാൽ അവരും മദ്യത്തിന്റെ ഇരകളാകേണ്ടി വരുമോ? Let's start at the bottom of the heap. Our mental institutions are flooded with the brain damaged and the deeply psychopathic. Here and there, a few find their way back, but not many. Most are gone beyond a recall. The next world is their best hope, but more research upon their condition may add to our knowledge of prevention for the benefit of others who are approaching the jumping off place. Great numbers of alcoholics are also to be found in prison. Either alcohol directly got them into the jams that landed them there, or they had to drink in order to commit the crimes toward which they had compulsive tenderness. Here, research, medical, psychiatric, and social is plainly needed. I can't do this job, but others have already made a great beginning. നാം ഏറ്റവും താഴത്തെ നിലയിൽ നിന്നും തുടങ്ങാം. നമ്മുടെ മാനസിക രോഗ ആശുപത്രികൾ മസ്തിഷ്ക നാശം സംഭവിച്ചവരെയും അതീവ സൈക്കോപാതിക് സ്വഭാവമുള്ളവരെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇടയ്ക്കിടെ ചിലർ തിരിച്ചു വരാൻ കഴിയുന്നുവെങ്കിലും അധികം ആളുകളും തിരിച്ചു വരുന്നില്ല. ഭൂരിഭാഗവും തിരിച്ചു പിടിക്കാനാകാത്ത നിലയിലെത്തിയവരാണ്. അടുത്ത ലോകമാണ് അവരുടെ മികച്ച പ്രതീക്ഷ. എന്നാൽ അവരുടെ അവസ്ഥയെക്കുറിച്ചുള്ള കൂടുതൽ ഗവേഷണം മരണം സമീപിക്കുന്ന മറ്റാളുകൾക്ക് പ്രയോജനപ്പെടുത്തുന്ന പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം. വലിയ സംഖ്യയിലെ മദ്യപാനികളെ ജയിലുകളിലും കണ്ടെത്താം. മദ്യം നേരിട്ട് അവരെ അവിടെ എത്തിച്ച പ്രശ്നങ്ങൾ കൊടുക്കുകയായിരുന്നോ, അല്ലെങ്കിൽ അവരുടെ നിർബന്ധിത പ്രവണതകളാൽ അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മദ്യപാനം ആവശ്യമായി വന്നതുകൊണ്ടോ അവിടെ എത്തിയവരാണോ? ഇവിടെ മെഡിക്കൽ മനോരോഗ ശാസ്ത്ര സാമൂഹിക ഗവേഷണം വ്യക്തമായി ആവശ്യമാണ്. എക്ക് ഈ ജോലി ചെയ്യാൻ കഴിയില്ല, പക്ഷെ മറ്റു ചിലർ ഇതിനകം തന്നെ വലിയ ഒരു തുടക്കം നടത്തിയിട്ടുണ്ട്. Every large city has its skid row. The so-called derelict alcohols doubtless number several hundreds of thousands. Some are so psycho and so damaged the mental hospital in their destination. The rest of these countless men and women clog police blotters, courts, jails, and hospitals. To them, the cost in suffering is incalculable. The cost to society, even in dollars only, is immense. Huge numbers of these not get legally inside are thus condemned to mill hopelessly about. Can anything be done? In all probably yes. Perhaps these affairs can be transferred to farm, very sort of the quarantine, confinement. They can do enough work to support themselves, be in better health.
and save their prospective societies great sums and troubles. This and other related experiments are beginning or to other offer such more hope for the Skid Rover. Individual AIs are helping, but most of the work and the money will have to come from elsewhere. ഓരോ വലിയ നഗരത്തിലും അതിൻ്റെ ഇത്തരത്തിലുള്ള സ്കിഡ് റോ എന്ന പ്രദേശം ഉണ്ടായിരിക്കും. ഇങ്ങനെ മദ്യപാനികളുടെ എണ്ണം നിസ്സംശയം പല ലക്ഷങ്ങളിലായിരിക്കും. ചിലർ അത്രയും സൈക്കോ സ്വഭാവത്തിലേക്കും അതീവമായ നശിച്ച നിലയിലേക്കും എത്തിയതിനാൽ മാനസിക രോഗാശുപത്രിയാണ് അവരുടെ ലക്ഷ്യസ്ഥാനം. ബാക്കിയുള്ള അനവധി പുരുഷന്മാരും സ്ത്രീകളും പോലീസ് രേഖകളിലുണ്ട്. കോടതികളിലും ജയിലുകളിലും ആശുപത്രികളിലും അവർ പോയി അവിടെ നിറയ്ക്കുകയാണ്. അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന വേദനയുടെ ചെലവ് കണക്കാക്കാനാകാത്തതാണ്. സമൂഹത്തിനുണ്ടാകുന്ന ചെലവ് പണം മാത്രം പരിഗണിച്ചാലും അത്യന്തം വലുതാണ്. നിയമപരമായി ഇപ്പോഴും മാനസിക രോഗികളുമായി പ്രഖ്യാപിക്കപ്പെടാത്ത വലിയൊരു വിഭാഗം ആളുകൾ പ്രത്യാശയില്ലാതെ അലഞ്ഞു തിരിയേണ്ട അവസ്ഥയിലാണ്. ഇതിനെന്തെങ്കിലും ചെയ്യാനാകുമോ? സാധ്യതയില്ലാതെ ഈ ദുരിതത്തിലായിരിക്കുന്നവരെ ഏതെങ്കിലും ഫാമുകളിലേക്ക് മാറ്റി ഒരു തരത്തിലുള്ള ക്വാറന്റൈൻ നിയന്ത്രണങ്ങൾ വെച്ച് അവർക്ക് സ്വയം പര്യാപ്തമായി ജോലി ചെയ്യാനും ആരോഗ്യത്തിൽ മെച്ചപ്പെടാനും അവരുടെ നഗരങ്ങൾക്ക് വലിയ ചെലവും ബുദ്ധിമുട്ടും കുറയ്ക്കാനും കഴിയാം. ഈ തരത്തിലുള്ള പരീക്ഷണങ്ങളും ബന്ധപ്പെട്ട മറ്റ് ശ്രമങ്ങളും സ്കിഡ് റോയിലെ ആളുകൾക്ക് കൂടുതൽ പ്രത്യാശ നൽകി തുടങ്ങുന്നു. വ്യക്തിഗത ഏകങ്ങൾ സഹായം നൽകുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം ജോലിയും പണവും മറ്റിടങ്ങളിൽ നിന്നുമായിരിക്കും വരേണ്ടത്. What now of the millions of alcoholics who haven't hit prisons, asylum, or skid row? Those we are told constitute the vast majority at the moment. Their best hope of recovery seems to be AA. Well, then why haven't these millions come to us? Or why haven't they tried to get well by some other method? ജയിലുകളിലോ മാനസിക ആശുപത്രികളിലോ സ്കിഡ് റോ പ്രദേശങ്ങളിലോ എത്തിയിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് മദ്യപാനികൾ ഇപ്പോൾ എന്ത് ചെയ്യും? ഇവരാണ് പറയുന്നത് പോലെ ഭൂരിഭാഗം ആളുകളും. ഇപ്പോൾ അവർക്കുള്ള ഏറ്റവും നല്ല സുഖപ്രാപ്തിയുടെ പ്രതീക്ഷ AI ആണെന്ന് തോന്നുന്നു. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഈ ലക്ഷക്കണക്കിന് ആളുകൾ എന്തുകൊണ്ട് നമ്മളിലേക്ക് വന്നില്ല? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ സുഖം നേടാൻ അവർ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? Any AI can give you a quick and very accurate answer. They aren't ready. They don't know how sick they are really are. If they did, they would flock to treatment just as though they had diabetes or cancer. The problem, therefore, is how to expose them to the facts that will convince them they are gravely ill. ഏതൊരു AI അംഗത്തിനും നിങ്ങൾക്ക് വേഗത്തിനും വളരെ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിയും. അവർ തയ്യാറായിട്ടില്ല. അവർ എത്രത്തോളം രോഗികളാണെന്ന് അവർക്ക് അറിയില്ല. അത് അവർക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ അവർ ഡയബറ്റീസോ ക്യാൻസറോ ഉള്ളവരെ പോലെ ചികിത്സയ്ക്കായി കൂട്ടമായി നമ്മളിലേക്ക് എത്തിച്ചേരുമായിരുന്നു. അതിനാൽ അവരെ ഗുരുതരമായ രോഗികളാണെന്ന് വിശ്വസിപ്പിക്കാവുന്ന വിധത്തിൽ യാഥാർത്ഥ്യങ്ങളുമായി അവരെ നേരിടാൻ എങ്ങനെ കഴിയും എന്നതാണ് പ്രശ്നം. More than anything, the answer seems to be in education. Education in schoolrooms, in medical college, among clergy and employers, in families, and in the public at large, from cradle to grave. The drunk and the potential alcoholic will have to be completely surrounded by true and deep understanding and by a continuous barrage of informations. The fact about his illness, its symptoms, its grim seriousness. Why should an alcoholic have to wait until he is 55 and be horribly mangled to find out that he is a very sick person when enough education of the right kind might have convinced him at 30 or 35? ഇതിനേക്കാൾ കൂടുതലായി ഉത്തരമുണ്ടാകുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണെന്നാണ് തോന്നുന്നത്. സ്കൂൾ ക്ലാസ് റൂമുകളിലും മെഡിക്കൽ കോളേജുകളിലും മതപണ്ഡിതന്മാരും തൊഴിലുടമകളും ഉൾപ്പെടെ കുടുംബങ്ങളിലും പൊതുജനങ്ങളിലും ജനനം മുതൽ മരണം വരെ മദ്യപാനിയാകാനുള്ള സാധ്യതയുള്ളവനും സത്യസന്ധവും ആഴമുള്ളതുമായ മനസ്സിലാക്കലിനാൽ പൂർണ്ണമായി ചുറ്റപ്പെട്ടിരിക്കണം. അവന്റെ രോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതിന്റെ ലക്ഷണങ്ങൾ, അതിന്റെ ഗുരുതരാവസ്ഥ എന്നിവ തുടർച്ചയായി നൽകപ്പെടണം. ശരിയായ തരത്തിലുള്ള മതിയായ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ 55 വയസ്സാകുമ്പോൾ ഗുരുതരമായി തകർന്ന നിലയിൽ മാത്രമല്ല 30 അല്ലെങ്കിൽ 35 വയസ്സിൽ തന്നെ താൻ അതീവ രോഗിയാണെന്ന് മനസ്സിലാക്കാൻ ഒരു മദ്യപാനിക്ക് കഴിയേണ്ടതല്ലേ? History has shown that whatever the several merits, neither preaching nor moralizing nor other efforts at reform have ever made much impression on alcoholics as a whole. But factual education about the malady has in the last few years shown great promise. Even now we are seeing a great many younger people coming to AA as a direct result of the recently more widespread information about the disease. ചരിത്രം കാണിച്ചിട്ടുള്ളത്
അവയ്ക്ക് ഓരോന്നിനും ചില ഗുണങ്ങളുണ്ടായിരുന്നാലും പ്രസംഗവും നൈതിക ഉപദേശവും അല്ലെങ്കിൽ മറ്റ് പരിഷ്കാര ശ്രമങ്ങളും മദ്യപാനികളിൽ മൊത്തത്തിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ രോഗത്തെക്കുറിച്ചുള്ള വസ്തുതാപരമായ വിദ്യാഭ്യാസം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഫലങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യാപകമായ വിവരങ്ങൾ ലഭിച്ചതിന്റെ നേരിട്ടുള്ള ഫലമായി നിരവധി യുവജനങ്ങൾ AI-യിലേക്ക് എത്തുന്നതായി നാം കാണുന്നുണ്ട്. PAs have will clearly pay more. PA have done a lot of this kind of education, and friends outside AA have done even more. As a result, right now maybe 500,000 of the USA drunks are trying to get well, or at least thinking seriously about getting well, either on their own or by actual treatment. Maybe this guess is too high, but it is by no means fanciful. Sound education on alcoholism and far more of it all the levels will clearly pay off. ഞങ്ങൾ അംഗങ്ങൾ ഇത്തരം വിദ്യാഭ്യാസത്തിൽ വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ AI-ക്ക് പുറത്തുള്ള സുഹൃത്തുക്കൾ അതിലും കൂടുതലായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി ഇപ്പോൾ USA-യിലെ ഏകദേശം 5 ലക്ഷം മദ്യപാനികൾ സ്വയം സുഖം പ്രാപിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞത് സുഖം പ്രാപിക്കേണ്ടതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയോ ചെയ്യുന്നു. സ്വയമായാലും അല്ലെങ്കിൽ യഥാർത്ഥ ചികിത്സയിലൂടെ ആയാലും ഈ അനുമാനം അല്പം കൂടുതലായിരിക്കാം. പക്ഷേ ഇത് യാതൊരു തരത്തിലും അതിശോക്തിയില്ല. മദ്യാസക്തിയെക്കുറിച്ചുള്ള ശരിയായ വിദ്യാഭ്യാസം എല്ലാ തലങ്ങളിലും അതിന്റെ കൂടുതൽ വ്യാപനവും വ്യക്തമായ നല്ല ഫലം നൽകും. Education will not only pay off in numbers treated, it can pay off even more handsomely in prevention. This means if actual education properly presented to children and adolescents at home and at school. For much of this education has attacked the immorality of drinking rather than disease of alcoholism. ഞങ്ങൾ വിദ്യാഭ്യാസം ചികിത്സിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണത്തിൽ മാത്രമല്ല ഫലം നൽകുന്നത്, അതിലുപരി പ്രതിരോധത്തിലൂടെ അതിവിശേഷമായ ഫലം നൽകാനും കഴിയും. അതിന്റെ അർത്ഥം വീട്ടിലും സ്കൂളിലും കുട്ടികൾക്കും കൗമാരക്കാർക്കും ശരിയായി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വസ്തുതാപരമായ വിദ്യാഭ്യാസമാണ്. ഇതുവരെ ഈ വിദ്യാഭ്യാസത്തിന്റെ ഭൂരിഭാഗവും മദ്യപാനത്തിന്റെ അനാചാരത്തെ ആക്രമിക്കുന്നതിലായിരുന്നു, മദ്യാസക്തി എന്ന രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിലല്ല. We can speak with a lot of convictions about this. Most of us, our children have been emotionally banged up by our drinking behavior. Maladjusted for sure. Large numbers of them should have turned into problem drinkers by now, but they have done no such things. Alcoholism or potential alcoholism is a rare thing to see among the children of AA parents. Yet we never forbid them to drink, and we don't preach if they do. They simply learn by what they have seen and by what they hear that alcoholism is a ghastly business and that their chances are about 1 in 15 of contracting the illness alcoholism if they drink. Most of them don't drink at all. Others drink sparingly. The remainder after getting into a few ominous jams are able to quit. And they promptly do. They seem to be preventive education at its best. ഞങ്ങൾ അംഗങ്ങൾ ഈ വിഷയത്തിൽ വലിയ ഉറപ്പോടെ സംസാരിക്കാം. മദ്യപാനത്തിന്റെ നമ്മുടെ പെരുമാറ്റം കാരണം നമ്മുടെ മിക്ക കുട്ടികളും മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ്. തീർച്ചയായും അസമന്വിതർ ആയിരുന്നു. അവരിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ തന്നെ പ്രശ്നപരമായ മദ്യപാനികളെ മാറേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. മാതാപിതാക്കളുടെ കുട്ടികളിൽ മദ്യാസക്തി ആകാനുള്ള സാധ്യത വളരെ അപൂർവമായാണ് കാണുന്നത്. എന്നിരുന്നാലും നാം അവരെ കുടിക്കാൻ നിരോധിക്കുന്നില്ല. അവർ കുടിച്ചാൽ നാം പ്രസംഗിക്കുകയും ചെയ്യുന്നില്ല. അവർ കാണുന്നതും കേൾക്കുന്നതും വഴി മദ്യാസക്തി ഒരു ഭീകരമായ കാര്യമാണെന്നും അവർ കുടിച്ചാൽ മദ്യാസക്തി ആകാനുള്ള സാധ്യത ഏകദേശം 15-1 മാത്രമാണെന്നും അവർ സ്വയം പഠിക്കുന്നു. അവരിൽ ഭൂരിഭാഗവും മദ്യപാനം ചെയ്യാറില്ല. ചിലർ വളരെ കുറച്ച് മാത്രമേ കുടിക്കൂ. ബാക്കി ചിലർ കുറച്ച് അപകടകരമായ സാഹചര്യത്തിൽ പെട്ടതിന് ശേഷം അത് നിർത്താൻ കഴിയും. അവരും ഉടൻ തന്നെ അത് നിർത്തുന്നു. ഇത് പ്രതിരോധ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായി തോന്നുന്നു. Therefore, it is entirely possible that many of these AA attitudes and methods can be widely applied to kids of all kinds. അതിനാൽ AAയുടെ സമീപനങ്ങളും രീതികളും വിവിധ തരത്തിലുള്ള കുട്ടികൾക്കിടയിൽ വ്യാപകമായി പ്രയോഗിക്കാനാകുന്നത് പൂർണ്ണമായും സാധ്യമാണ്. Now, who is going to do all this education? Obviously, it is both a community job and a job for specialists. Individually, we AAs can help, but AA as such cannot and should not get directly into this field. Therefore, we must rely on their agencies, on outside friends, and their willingness to supply great amounts of money and effort. Money and
effort which will steer the alcoholic toward treatment as never before, and which will prevent the development of alcoholism in millions of predisposed kids who will otherwise take the road we know as well. ഇപ്പോൾ ഈ മുഴുവൻ വിദ്യാഭ്യാസം ആരാണ് നടത്തേണ്ടത്? വ്യക്തമായി പറഞ്ഞാൽ ഇതൊരു സമൂഹത്തിന്റെ ജോലിയും വിദഗ്ധരുടെ ജോലിയും ഒരുപോലെയാണ്. ഇവർ രണ്ടുപേരാണ് അത് ജോലി ചെയ്യേണ്ടത്. വ്യക്തിപരമായി ഞങ്ങൾ അംഗങ്ങൾ സഹായിക്കാം, പക്ഷേ എന്ന സംഘടനയായി ഇത് നേരിട്ട് ഈ മേഖലയിൽ പ്രവേശിക്കേണ്ടതുമില്ല. അതിനാൽ മറ്റ് ഏജൻസികളെയും പുറത്തുള്ള സുഹൃത്തുക്കളെയും അവർ വലിയ തോതിൽ പണവും പരിശ്രമവും നൽകാനുള്ള അവരുടെ തയ്യാറെടുപ്പിനെയും ആശ്രയിക്കണം. അത്തരം പണവും പരിശ്രമവും മദ്യപാനിയെ മുമ്പേത്തേക്കാൾ കൂടുതൽ ചികിത്സയിലേക്ക് നയിക്കുകയും അതുപോലെ തന്നെ മറ്റു പക്ഷം നാം അറിയുന്ന വഴിയിലേക്ക് പോകുമായിരുന്ന ലക്ഷക്കണക്കിന് സാധ്യതയുള്ള കുട്ടികളിൽ മദ്യാസക്തി വികസിക്കുന്നത് തടയുകയും ചെയ്യും. As the following fragment of history will show, great and promising progress outside of AA has been made in the field of research, treatment, rehabilitation, and education. It happened that I was a witness to the beginning of more modern methods in these areas, and this is what I saw. താഴെ വരുന്ന ചരിത്രത്തിന്റെ ഭാഗം കാണിക്കുന്നത് പോലെ എക്ക് പുറത്തായി ഗവേഷണ, ചികിത്സ, പുനരധിവാസം, വിദ്യാഭ്യാസം എന്നിവയുടെ മേഖലയിൽ വലിയതും പ്രതീക്ഷ നൽകുന്നതുമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലകളിൽ ആധുനിക രീതിയിൽ ആരംഭിക്കുന്ന കാലഘട്ടത്തിന് ഞാൻ സാക്ഷിയായിരുന്നതാണ്. ഞാൻ കണ്ടത് ഇതാണ്. I well remember Dr. H.W. Haggard of the Yale University faculty in 1930, 4 years before I sobered up. This good physician was wondering what I ailed drunks. He wanted to begin research, mostly a test tube project at the beginning to see what their chemistry was all about. This so amused the same of his colleagues that no funds were forthcoming from Yale treasury. But Dr. Haggard was a man with a mission. He put his hands in his own pockets and begged personal friends to do the same. His project launched. He and an associate, Dr. Henderson, began work. ഞാൻ യേൽ സർവകലാശാലയിലെ അധ്യാപകനായിരുന്ന ഡോക്ടർ H.W. ഹാഗാർഡിനെ നന്നായി ഓർക്കുന്നുണ്ട്. 1930കളിലാണത്. ഞാൻ മദ്യപാനം നിർത്തുന്നതിന് 4 വർഷം മുമ്പ്. ഈ നല്ല ഡോക്ടർ മദ്യപാനികളെ ബാധിക്കുന്ന ഈ പ്രശ്നം എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം ഗവേഷണം ആഗ്രഹിച്ചു. ആദ്യഘട്ടത്തിൽ കൂടുതലായി ഒരു ടെസ്റ്റ് ട്യൂബ് പ്രൊജക്റ്റായി മാറിയത്. അവരുടെ രാസഘടന എന്താണെന്ന് മനസ്സിലാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ ചില സഹപ്രവർത്തകരെ അത്രയും രസിപ്പിച്ചു. യേൽ ട്രഷറിയിൽ നിന്ന് പക്ഷേ ഫണ്ടുകളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. പക്ഷെ ഡോക്ടർ ഹഗാർഡ് ഒരു ദൗത്യബോധമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം സ്വന്തം പണം ചെലവഴിക്കുകയും വ്യക്തിഗത സുഹൃത്തുക്കളോട് തനിക്കായി സംഭാവന ചെയ്യാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ പദ്ധതി ആരംഭിച്ചു. അദ്ദേഹം കൂടെ ഡോക്ടർ ഹെൻഡേഴ്സൺ എന്ന സഹപ്രവർത്തകനും രണ്ടുപേരും കൂടി പ്രവർത്തനം തുടങ്ങി. Later in 1937, he renowned physiologist Dr. Anton Carlson and a group of interested scientists formed a subsidiary body called the Research Council on Problem of Alcohol. This was to be a more inclusive effort. Some of us early New York AS went to their meetings, sometimes to cheer, and sometimes I must confess to cheer. AAUC then thought it had a monopoly on the drunk fixing business. പിന്നീട് 1937 ആയപ്പോഴത്തേക്കും പ്രശസ്ത ശാരീരിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ ആന്റൺ കാൾസന്റെയും താല്പര്യമുള്ള ശാസ്ത്രജ്ഞരുടെ ഒരു സംഘവും ചേർന്ന് മദ്യപ്രശ്നങ്ങളുടെ ഗവേഷണ കൗൺസിൽ എന്ന പേരിൽ ഒരു ഉപസംഘടന രൂപീകരിച്ചു. ഇത് കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു ശ്രമമായിരുന്നു. അന്നത്തെ ന്യൂയോർക്ക് എയിലെ ചില പ്രാരംഭ അംഗങ്ങൾ അവരുടെ യോഗങ്ങളിൽ പോയിരുന്നു. ചിലപ്പോൾ പ്രോത്സാഹിപ്പിക്കാനായി, ചിലപ്പോൾ ചിലപ്പോൾ പരിഹസിക്കാനായാണ് അവർ പോയത്. നിങ്ങൾ കാണുക, അന്നത്തെ കാലത്ത് മദ്യപാനികളെ ശരിയാക്കുന്ന കാര്യത്തിൽ തങ്ങൾക്കൊരു ഏകാധിപത്യമുണ്ടെന്ന് അംഗങ്ങൾ കരുതിയിരുന്നു. Presently, the Research Council took in a live Dr. E.M. Jelinek. He wasn't an MD, but he was a doctor of pretty much everything else. Learning all about drugs was just a matter of catching up on his back reading through a prodigy of learning. He was nevertheless mighty popular with the alcoholics. We called him a dry alcoholic because he could identify with so well. Even his nickname was endearing. His Hungarian father had dubbed him Bungi, which in that language means the little radish. The little radish got down to business at once. പിന്നീട് 1937 പ്രശസ്ത ശാരീരിക ശാസ്ത്രജ്ഞനായ പിന്നീട് ഗവേഷണ കൗൺസിൽ ഒരു ഉജ്ജ്വല വ്യക്തിത്വമായ ഡോക്ടർ E.M. ജെല്ലിനെക്കിനെ ഉൾപ്പെടുത്തി. അദ്ദേഹം ഒരു MD ആയിരുന്നില്ല, പക്ഷേ മറ്റെല്ലാ മേഖലകളിലും ഒരു ഡോക്ടർ ആയിരുന്നു. അദ്ദേഹം മദ്യപാനികളെ കുറിച്ച് എല്ലാം പഠിക്കുന്നത് അദ്ദേഹത്തിന് മുമ്പ് വായിച്ച കാര്യങ്ങളിൽ
വീണ്ടും പഠിച്ചെടുക്കുന്ന കാര്യമായിരുന്നു. അറിവിൽ അതിശയകരമായ പ്രതിഭയായിരുന്നിട്ടും അദ്ദേഹം ഞങ്ങളുടെ മദ്യപാനികളുമായി വളരെ ജനപ്രിയനായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് അത്രയും നല്ലതായി ബന്ധപ്പെടാൻ കഴിയുന്നതിനാൽ ഞങ്ങൾ അദ്ദേഹത്തെ ഡ്രൈ ആൽക്കഹോളിക് എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ വിളിപ്പേരും സ്നേഹനീയമായിരുന്നു. അദ്ദേഹത്തിന്റെ ഹംഗേറിയൻ പിതാവ് അദ്ദേഹത്തെ ബങ്കി എന്ന് വിളിച്ചിരുന്നു. ആ ഭാഷയിൽ അതിന്റെ അർത്ഥം ചെറിയ മുള്ളങ്കി എന്നാണ്. ചെറിയ മുള്ളങ്കി ഉടൻ തന്നെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി. At lengthy, Bungie and Dr. Haggard joined forces and began in 1940 to publish the Quarterly Journal of Studies on Alcohol, which devoted itself to articles covering the total field of alcohol research and inquiry. This brought Dr. Jelinek into partnership and a close association with Dr. Haggard. അവസാനത്തിൽ ബങ്കിയും ഡോക്ടർ ഹാഗാർഡും ഒരുമിച്ച് ചേർന്ന് 1940 ക്വാർട്ടർലി ജേണൽ ഓഫ് സ്റ്റഡീസ് ഓൺ ആൽക്കഹോൾ എന്ന ജേണൽ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. ഇത് മദ്യ ഗവേഷണവും അന്വേഷണവും ഉൾക്കൊള്ളുന്ന സമഗ്ര മേഖലയെ സംബന്ധിച്ച ലേഖനങ്ങൾക്കായി സമർപ്പിതമായിരുന്നു. ഇതിലൂടെ ഡോക്ടർ ജെല്ലിനിക് ഡോക്ടർ ഹഗാർഡുമായുള്ള പങ്കാളിത്തത്തിലും അടുത്ത സഹകരണത്തിലും എത്തി. In 1943, Dr. Haggard and Bungie organized the Yale School for Alcohol Studies. It was seen that a laboratory and a technical journal couldn't get far unless a wider audience was found. The idea was advanced that everybody who bumped into drunks on the alcohol problem should be represented at the school. അവസാന 1941 ഡോക്ടർ ഹഗാർഡും ബങ്കിയും ചേർന്ന് യേൽ സ്കൂൾ ഫോർ ആൽക്കഹോൾ സ്റ്റഡീസ് ആരംഭിച്ചു. അവർ മനസ്സിലാക്കി ലാബ് ഗവേഷണവും ടെക്നിക്കൽ ജേർണലിലും മാത്രം മതിയാകില്ലെന്ന്. കൂടുതൽ ആളുകൾ പങ്കെടുത്താൽ മാത്രമേ ഈ മേഖല ശരിയായി മുന്നോട്ട് പോകൂ. അതുകൊണ്ട് അവർ ഒരു ആശയം മുന്നോട്ട് വെച്ചു. മദ്യം ഉപയോഗിക്കുന്നവരെയോ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നവരെയോ കാണുന്ന എല്ലാ ആളുകളും, പ്രത്യേകിച്ച് ഡോക്ടർമാർ, സാമൂഹ്യ പ്രവർത്തകർ, ഗവേഷകർ മുതലായവർ ഈ പഠന കേന്ദ്രത്തിൽ ഉൾപ്പെടണം. A strangely assorted crowd turned up the early section. I well remember the Honorable Mr. Colvin, he who used to run on the prohibition ticket for the US presidency. At the other pole of violent opinion, there were certain representatives of the liquor industry. Sandwiched in between this were sprinkling of clergymen, social workers, judges, cops, probation officers, educators, and a certain number of husbands. Everybody had his own axe to grind and his own cast iron convictions. The dries and wets were hardly on speaking terms. Every function wanted us drunks to agree with them. This was very flattering, but we naturally took the independent course and agreed with practically nobody. ആദ്യകാല സെക്ഷനുകളിൽ വളരെ വ്യത്യസ്ത സ്വഭാവമുള്ള ഒരു കൂട്ടം ആളുകൾ എത്തി. പ്രൊഹിബിഷൻ അല്ലെങ്കിൽ മദ്യനിരോധനം പിന്തുണച്ചിരുന്ന പ്രശസ്തനായ മിസ്റ്റർ കോൾവിൻ, അദ്ദേഹം US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും മത്സരിച്ചിരുന്ന ആളാണ്, അവിടെയുണ്ടായിരുന്നു. മറ്ററ്റത്ത് മദ്യവ്യവസായത്തെ പ്രതിനിധീകരിച്ചിരുന്ന ശക്തമായ അഭിപ്രായക്കാരും ഉണ്ടായിരുന്നു. ഇവർക്കിടയിൽ പള്ളി പ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ, ജഡ്ജിമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, പ്രൊബേഷൻ ഓഫീസർമാർ, അധ്യാപകർ, കൂടാതെ മദ്യപ്രശ്നം നേരിടുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും തങ്ങളുടെ സ്വന്തം ഉറച്ച അഭിപ്രായങ്ങളും താല്പര്യങ്ങളും ഉണ്ടായിരുന്നു. ഡ്രൈസ് മദ്യത്തിനെതിരായിരുന്നവരും വെറ്റ്സ് മദ്യം അനുകൂലിക്കുന്നവരും തമ്മിൽ സംസാരമില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഓരോ വിഭാഗവും മദ്യപ്രശ്നമുള്ളവർ തങ്ങളോട് യോജിക്കണമെന്ന് ആഗ്രഹിച്ചു. അത് ഞങ്ങൾക്ക് ഒരു തരത്തിൽ ആദരമായി തോന്നിയെങ്കിലും ഞങ്ങൾ ആരുടെയും പക്ഷം പിടിക്കാതെ സ്വതന്ത്ര നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. It was out of this unpromising machinery that Dr. Haggard and Jelinek had to bring order. The vets had to be convinced that they couldn't brush the alcohol problem under the bed. Neither could those days go on scaring every drinkers by brandishing before him a hobnailed liver. We AAs had to see the enormity of the total alcohol problem and to face the fact that we probably weren't going to dry up the world overnight. The school threw in its research findings. Everybody else contributed that he had or thought he had, and Blanky finally showed us that we had to face the actual facts together, and he friendly about it. Besides, this was a talk of diplomacy. It was perhaps the first beginning of a comprehensive and statesman-like approach to the problem of alcohol in America. ഈ പ്രതീക്ഷയില്ലാത്ത വിധം കലർന്നിരുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നാണ് ഡോക്ടർ ഹവാർഡും
ജെല്ലിനിക്ക് ഒരു ക്രമം കൊണ്ടുവരേണ്ടി വന്നത്. മദ്യപ്രശ്നത്തെ കിടക്കയ്ക്കടിയിൽ തള്ളിക്കളയാൻ കഴിയില്ലെന്ന് വെറ്റ് വിഭാഗത്തെ വിശ്വസിപ്പിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഓരോ കുടിയനെയും ഭയപ്പെടുത്താൻ കരലോകത്തിന്റെ ഭീകരചിത്രങ്ങൾ കാട്ടി മുന്നോട്ടു പോകുന്ന ഡ്രൈ വിഭാഗത്തെയും നിയന്ത്രിക്കേണ്ടി വന്നു. ഞങ്ങളായ അംഗങ്ങൾ മദ്യപ്രശ്നത്തിന്റെ ആകെ വലിപ്പം മനസ്സിലാക്കുകയും ലോകത്തെ ഒറ്റ രാത്രി കൊണ്ട് മാറ്റിമറിച്ച് ഡ്രൈ ആക്കാൻ നമുക്ക് സാധിക്കില്ലെന്ന സത്യത്തെ നേരിട്ടറിയുകയും ചെയ്യേണ്ടി വന്നു. സ്കൂൾ അതിന്റെ ഗവേഷണ ഫലങ്ങൾ പങ്കുവച്ചു. മറ്റുള്ള എല്ലാവരും തങ്ങളുടെ കൈവശമുള്ളതോ കരുതുന്നതായ അറിവുകൾ നൽകി. അവസാനം ബംഗി നമുക്ക് യഥാർത്ഥ വസ്തുതകൾ ഒരുമിച്ച് നേരിടുകയും അതിനോടൊപ്പം സൗഹൃദപരമായ സമീപനം സ്വീകരിക്കുകയും വേണമെന്ന് കാണിച്ചു. അദ്ദേഹത്തിൻ്റെത് ഒരു നയന്ത്ര നീക്കമായിരുന്നു. അമേരിക്കയിലെ മദ്യപാന പ്രശ്നത്തെക്കുറിച്ചുള്ള സമഗ്രവും ദീർഘദർശനപരമായ സമീപനത്തിന്റെ ആദ്യ തുടക്കങ്ങളിൽ ഒന്നായിരിക്കും അത്. നമുക്ക് 2-3 പാരഗ്രാഫ് കൂടെ ഉണ്ട്, അത് നിർത്താട്ടോ. In the next year, 1944, there were two signal events. The Yale group opened up a clinic where there would be plenty to live drinks to research and to treat experimentally. Here, Ray McMurthy, as first administrator, began to sit out the clinic method with his first batch of Alcoholics Anonymous. ബാച്ച് ഓഫ് ആൽക്കഹോളിക്സ്. പിന്നീട് അടുത്ത വർഷമായ 1944 രണ്ട് പ്രധാന സംഭവങ്ങൾ ഉണ്ടായി. മേയൽ സംഘം ഗവേഷണത്തിനും പരീക്ഷണാത്മക ചികിത്സയ്ക്കുമായി ഉപയോഗിക്കാവുന്ന നിരവധി യഥാർത്ഥ മദ്യപാനികളുള്ള ഒരു ക്ലിനിക്ക് ആരംഭിച്ചു. അവിടെ ആദ്യ അഡ്മിനിസ്ട്രേറ്ററായി റേ മക്കാർത്തി തന്റെ ആദ്യ മദ്യപാനികളുടെ സംഘവുമായി ക്ലിനിക് രീതിയെ നടപ്പിലാക്കാൻ ശ്രമിച്ചു. Then along came Marty. As an early AA, she knew public attitudes had to be changed, that people had to know that alcoholism was a disease and alcoholics could be helped. She developed a plan for an organization to conduct a vigorous program of public education and to organize citizens committee all over the country. She brought her plan to me. I was enthusiastic but I felt scientific backing was essential. So the plan was sent to Bungie and he came down to meet with us. He said that the plan was sound. The time was ripe and he agreed with me that Marty was the one to do the job. പിന്നീട് മാർട്ടി എത്തി. ഒരു പ്രാരംഭ ഏയംഗമായിരുന്നു അവൾ. പൊതുജനങ്ങളുടെ സമീപനം മാറ്റേണ്ടതുണ്ടെന്നും മദ്യാസക്തി ഒരു രോഗമാണെന്നും മദ്യപാനികൾക്ക് സഹായം ലഭിക്കാമെന്നും ആളുകൾ അറിയേണ്ടതാണെന്നും മനസ്സിലാക്കി. അതിനാൽ ശക്തമായ പൊതുവിദ്യാഭ്യാസ പരിപാടി നടത്തുകയും രാജ്യത്താകെ പൗരസമിതികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടി അവൾ ഒരു പദ്ധതി രൂപപ്പെടുത്തി. അവൾ തന്റെ പദ്ധതി എന്നെ കൊണ്ട് അവതരിപ്പിച്ചു. ഞാൻ അതിൽ ഉത്സാഹപ്പെട്ടു. പക്ഷെ ശാസ്ത്രീയ പിന്തുണ അനിവാര്യമാണെന്ന് തോന്നി. അതിനാൽ ആ പദ്ധതി ബംഗിയിലേക്ക് അല്ലെങ്കിൽ ജെല്ലുനിക്കിലേക്ക് അയച്ചു. അദ്ദേഹം ഞങ്ങളെ കാണാനെത്തി. അദ്ദേഹം പറഞ്ഞു ഈ പദ്ധതി ശരിയാണെന്നും സമയം അനുയോജ്യമാണെന്നും ഈ ജോലി ചെയ്യാൻ മാർട്ടിയാണ് ഏറ്റവും യോജിച്ചെന്നും അദ്ദേഹം എൻ്റെ അഭിപ്രായത്തോടും യോജിച്ചു. Originally financed by the tireless Dr. Haggard and his friends, Marty started her big task. I cannot detail in this space the great accomplishment of Marty and her associates in the present-day National Council on Alcoholism, but I can speak my convictions that no other single agency has done more to educate the public, to open up hospitalization, and to set in motion all manner of constructive projects than this one. Growing pains, there have been plenty, but today the NCA results speak for themselves. അവിരതമായി പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ ഹവാർഡും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നൽകിയ ധനസഹായത്തോടെ മാർട്ടി തന്റെ വലിയ ദൗത്യം ആരംഭിച്ചു. ഇന്നത്തെ ദേശീയ മദ്യാസക്തി കൗൺസിൽ അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഓൺ ആൽക്കഹോളിസം മാർട്ടിയും അവളുടെ സഹപ്രവർത്തകരും നേടിയ വലിയ നേട്ടങ്ങളെക്കുറിച്ച് ഈ ഇടത്തിൽ അല്ലെങ്കിൽ ഇവിടെ ഈ ലേഖനത്തിൽ വിശദമായി പറയാൻ കഴിയില്ല. പക്ഷേ പൊതുജനങ്ങളെ വിദ്യാഭ്യാസപ്പെടുത്തുന്നതിലും ആശുപത്രി ചികിത്സാ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലും വിവിധ തരത്തിലുള്ള നിർമ്മാണ പദ്ധതികൾ ആരംഭിക്കുന്നതിലും ഈ സംഘടനയേക്കാൾ കൂടുതൽ പ്രവർത്തിച്ച മറ്റൊരു ഏക ഏജൻസിയും ഇല്ലെന്ന എൻ്റെ ഉറച്ച വിശ്വാസം ഞാനിവിടെ പറയാം. വളർച്ചയുടെ പ്രയാസങ്ങൾ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും അന്ന് NCAയുടെ ഫലങ്ങൾ തന്നെ അത് തെളിയിക്കുന്നു. Originally financed by the in 1945, Dr. Sheldon Bacon, the noted sociologist, was appointed chairman of the first program to be supported by state funds and the Neurotic Commission on Alcoholism. This was state effort was the direct result of the work of Dr. Bacon and the Yale group. Our friend Sheldon has since brought his immense energy and the finest perception of his profession to the aid of us alcoholics. He is without a doubt one of the best authorities from the social point of view that we now have.
I much wish I could name and tell you of many another dedicated friends of that early pioneering time. They have since been followed by others who are today legion. To all of them, I send the timeless gratitude of Alcoholics Anonymous. 1954 പ്രശസ്ത സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഡൽഡൻ ബേക്കൺ സംസ്ഥാന ഫണ്ടുകളാൽ പിന്തുണ ലഭിച്ച ആദ്യ പരിപാടിയായ കോന്നറ്റിക്കട്ട് കമ്മീഷൻ ഓൺ ആൽക്കഹോളിസത്തിന്റെ ചെയർമാനായി നിയമിതനായി. ഈ ആദ്യ സംസ്ഥാന ശ്രമം ഡോക്ടർ ബേക്കണിന്റെയും ഏൽ സംഘത്തിന്റെയും പ്രവർത്തനങ്ങളുടെ നേരിട്ടുള്ള ഫലമായിരുന്നു. ഞങ്ങളുടെ സുഹൃത്ത് സെൽഡൻ അതിനുശേഷം തന്റെ അമൂല്യമായ ഊർജവും തന്റെ മേഖലയിലെ ഏറ്റവും ഉന്നതമായ ശക്തിയും ഞങ്ങളുടെ മദ്യപാനികളുടെ സഹായത്തിനായി കൊണ്ടുവന്നു. സാമൂഹിക ദൃഷ്ടികോണത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമായ ഏറ്റവും മികച്ച വിദഗ്ധരിൽ ഒരാളാണ് അദ്ദേഹം എന്നതിൽ സംശയമില്ല. ആ പ്രാരംഭ പഴയ കാലഘട്ടത്തിലെ സമർപ്പിതരായ മറ്റ് നിരവധി സുഹൃത്തുക്കളുടെ പേരുകൾ പറയാനും അവരെക്കുറിച്ച് നിങ്ങളോട് പങ്കിടാനും എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പിന്നീട് അവരുടെ പാത പിന്തുടർന്ന് ഇന്ന് അനേകം പേർ രംഗത്തെത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന സംഘടനയുടെ കാലാതീതമായ നന്ദി ഞാൻ അർപ്പിക്കുന്നു. Their combined effort, often sparked by AS, have since flowered to this general effect. 4 universities are now running replicas of the ALU school. 3,000 public and private hospitals have been opened to alcoholics. Industry is revolutionizing its attitude toward its alcoholic employees. Penal institutions, police, and judges alike have taken new head. Citizens committee in large numbers are attacking the total problem in their several communities. Over 30 US states and the majority of Canadian provinces have a program of rehabilitation and treatment. Many clergy groups are educating their co-workers. Psychiatric research and treatment is making telling strides. Test tube devotees are working hopefully in their laboratories. The American Medical Association has officially declared alcoholism to be a chronic illness and has activated its own committee on alcoholism. Medical colleges are beginning to include this subject in their courses, sparked by Bunky. The World Health Organization is carrying all this good news around the world. School textbooks are being modernized. In the course of general education, the press, radio, and television are pouring out floods of it daily. This has all happened in the 28 years since Dr. Haggard first decided to find out what make the drunk stick. Every one of this pioneering in the total field will generously say that had it not been for the living proof of recovery in AA, they could not have gone. AA was the lodestar of hope and help and kept them at it. So let us work alongside all these projects of promise to hasten the recovery of those millions who have not yet found their way out. These varied labors do not need our special endorsement. They need only a helping hand when, as individuals, we can possibly give it. അവരുടെ സംയുക്ത ശ്രമങ്ങൾ പലപ്പോഴും അംഗങ്ങൾ പ്രചോദനമാകുന്നതിലൂടെ പിന്നീട് ഇങ്ങനെ വ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ 4 സർവകലാശാലകൾ യേൽ സ്കൂളിന്റെ മാതൃകകൾ നടപ്പിലാക്കുന്നു. 3000 പൊതുവായിട്ടുള്ളതും സ്വകാര്യമായ ആശുപത്രികൾ മദ്യാസക്തർക്കായി തുറക്കപ്പെട്ടു. വ്യവസായ മേഖല മദ്യപാനികളായ ജീവനക്കാരുള്ള തന്റെ സമീപനം പൂർണ്ണമായി മാറ്റിമറിക്കുന്നു. ശിക്ഷാ സ്ഥാപനങ്ങൾ, പോലീസ്, ജഡ്ജിമാർ എന്നിവരും പൊതുവായ പ്രതീക്ഷകൾ കൈവരിച്ചു. വലിയ തോതിൽ പൗര സമിതികൾ അവരുടെ സമൂഹത്തിൽ മുഴുവൻ പ്രശ്നത്തിനെതിരെ പ്രവർത്തിക്കുന്നു. US-ലെ 30-ലധികം സംസ്ഥാനങ്ങളിലും കാനഡയിലെ ഭൂരിഭാഗം പ്രവിശ്യകളിലും പുനരധിവാസം ചികിത്സയെ സംബന്ധിച്ച പരിപാടികൾ നടപ്പിലാക്കി. പല മതസംഘടനകളും അവരുടെ സഹപ്രവർത്തകരെ വിദ്യാഭ്യാസപ്പെടുത്തുന്നു. മാനസിക രോഗ ഗവേഷണവും ചികിത്സയും ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കുന്നു. ടെസ്റ്റ് ട്യൂബ് ഗവേഷകർ അവരുടെ ലാബുകളിൽ പ്രതീക്ഷയോടെ പ്രവർത്തിക്കുന്നു. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ മദ്യാസക്തിയെ ഒരു ദീർഘകാല രോഗമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും അതിനായി സ്വന്തം സമിതിയെയും പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജുകൾ ഈ വിഷയത്തെ അവരുടെ പഠന പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. വെങ്കിയുടെ പ്രചോദനത്തോടെ ലോകാരോഗ്യ സംഘടന ഈ നല്ല വാർത്തകൾ ലോകമെമ്പാടും എത്തിക്കാൻ തുടങ്ങി. സ്കൂൾ പാഠപുസ്തകങ്ങൾ പുതുക്കപ്പെട്ടു. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ എന്നിവ ദിവസേന വലിയ തോതിൽ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഡോക്ടർ ഹഗാർഡ് ആദ്യമായി മദ്യപാനികളുടെ സ്വഭാവം എന്താണെന്ന് കണ്ടെത്താൻ തീരുമാനിച്ചിട്ട് കഴിഞ്ഞ 28 വർഷത്തിനുള്ളിൽ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു. മൊത്തത്തിലുള്ള ഈ മേഖലകളിൽ പ്രവർത്തിച്ച എല്ലാ മുൻഗാമികളും ഉണ്ടായിരിക്കുന്ന സജീവമായ സുഖപ്രാപ്തിയുടെ തെളിവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ
കഴിയുന്നുമായിരുന്നില്ലെന്ന് നന്ദിയോടെ സമ്മതിക്കും. അവരെ പ്രവർത്തനത്തിൽ തുടർന്ന് നിർത്തിയ പ്രതീക്ഷയുടെയും സഹായത്തിന്റെയും ദീപസ്തംഭം എ തന്നെയായിരുന്നു. അതിനാൽ ഇപ്പോഴും തങ്ങളുടെ വഴി കണ്ടെത്താത്ത ആ ലക്ഷക്കണക്കിന് ആളുകളുടെ സുഖപ്രാപ്തി വേഗത്തിലാക്കുന്നതിനായി പ്രതീക്ഷ നൽകുന്ന ഈ എല്ലാ പദ്ധതികളോടും ചേർന്ന് നാം പ്രവർത്തിക്കാം. ഈ വ്യത്യസ്ത ശ്രമങ്ങൾക്ക് നമ്മുടെ പ്രത്യേക അംഗീകാരം ആവശ്യമില്ല. വ്യക്തിപരമായി നാം സഹായിക്കാനാകുമ്പോൾ സഹായഹസ്തം മാത്രം അവയ്ക്ക് ആവശ്യമാണ്. നമുക്ക് നിർത്താം. താങ്ക് യു.